ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റോറി ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പറയുന്നതാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഈ സ്റ്റോറിയുടെ ടൈറ്റിൽ എന്താണ്? ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നാണ്. ഇതിൻ്റെ ഓഥർ ലൂസി ക്ലിഫോർഡാണ്. അടുത്തതിൻ്റെ സെറ്റിംഗ് എന്ന് വെച്ചാൽ എവിടെയാണ് സ്റ്റോറി നടക്കുന്നത്? ഓൺ ദ പ്ലെയിൻസ് ഓവർ ലുക്കിംഗ് ദ ഹിൽസ്. ഒരു പ്ലെയിനിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അടുത്ത ക്യാരക്ടേഴ്സ്. ആരൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്? എ ലിറ്റിൽ ബോയ് ആൻഡ് എ ലിറ്റിൽ ഗേൾ. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ്. അടുത്ത ക്യാരക്ടറൈസേഷൻ. വാട്ട് ആർ ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഓഫ് ഈച്ച് ക്യാരക്ടർ? രണ്ട് ക്യാരക്ടറിൻ്റെ പേഴ്സണാലിറ്റീസ് എങ്ങനെയാണ്? ബോയുടെ പേഴ്സണാലിറ്റി നെർവസ്, പേടിയാണ്. ലാക്സ് കോൺഫിഡൻസ്, ധൈര്യമില്ല. പിന്നെ ലവിങ് ആണ്. ഗെയിൻസ് കോൺഫിഡൻസ് ആസ് ഹി ഗ്രോസ്. വളരുന്നതനുസരിച്ച് അവന് കോൺഫിഡൻസ് കിട്ടുന്നു. ഗേളിൻ്റെ എന്ന് വെച്ചാൽ ലവിങ് ആണ്, മെച്ചുറാണ്, എൻകറേജിങ് ആണ്, തിങ്ക് പോസിറ്റീവ്ലി. ഇതൊക്കെയാണ് ഗേളിൻ്റെത്. അത് തീം നോക്കുകയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഐഡിയ. ലവ് ആൻഡ് ഡെഡിക്കേഷൻ ടു വൺസ് വർക്ക് ക്യാൻ ബ്രിങ് ഫോർ സക്സസ് ഇൻ വൺസ് ലൈഫ്. ഒരാളുടെ ജോലിയിൽ സ്നേഹവും ആത്മഹത്യയും കാണിച്ചാൽ ജീവിതത്തിൽ നല്ലതേ നടക്കൂ, അത് സക്സസ് കിട്ടും. അതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അടുത്ത ടോൺ. ഡിസ്ക്രൈബ് ഹൗ യു ഫെൽറ്റ് റീഡിങ് ദ സ്റ്റോറി. ഈ സ്റ്റോറി വായിച്ചപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണ്? ഒരു സാഡ്നെസ് ഫീലിംഗ് ആണ് ഇതിലൂടെ കിട്ടുന്നത്. അടുത്ത ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ് ഇല്ലേ, ഒരു വിഷ്വൽ ഇമേജസ് ഏതൊക്കെയാണ്? ദ ഗ്ലിമറിങ് സൺലൈറ്റ്, റസ്ലിംഗ് ലീവ്സ്, റിപ്ലിംഗ് സ്ട്രീം, ഇതൊക്കെയാണ്. പിന്നെ ദ വണ്ടർഫുൾ പിക്ചർ ഓഫ് എ ബ്രദർ ആൻഡ് സിസ്റ്റർ അറ്റ് വർക്ക് ട്രൈങ് ടു പെയിൻറ്റ് എ പിക്ചർ. അടുത്തൊരു ഇമേജ് എന്ന് വെച്ചാൽ ദ ലിറ്റിൽ ബോയ് ഗ്രോയിങ് അപ്പ് ടു ബി എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് വൺ ഡേ. ഇതൊക്കെയാണ് പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഓഫ് വ്യൂ. ഇത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ആരുടെ ഒരു കാഴ്ചപ്പാടിലാണ് ഈ കഥ പറയുന്നത്? ഇത് ബോയിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ കഥ പറയുന്നത്. അടുത്ത കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ലിസ്റ്റ് ആൻഡ് ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് ഫ്രം ദ സ്റ്റോറി. വിച്ച് ഓഫ് ദം വാസ് ഇന്റേണൽ ആൻഡ് വിച്ച് ആർ എക്സ്റ്റേണൽ. കോൺഫ്ലിക്ട്സ് എന്ന് വെച്ചാൽ തർക്കങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. ഇതിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്, എക്സ്റ്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഇൻറ്റേർണൽ എന്ന് വെച്ചാൽ അകത്ത് നടക്കുന്നത്, അതായത് ദ ഡിസയർ ടു പെയിൻറ്റ് എ പിക്ചർ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു പെയിൻറ്റ് ഇറ്റ്. നമ്മുടെ ബോയ്ക്ക് പടം വരയ്ക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആ പടം വരയ്ക്കാനുള്ള കോൺഫിഡൻസ്, ധൈര്യം ആ ബോയ്ക്കില്ല. എക്സ്റ്റേണൽ, പുറത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ ദ ഡിസയർ ടു പെയിൻറ്റ് എ പിക്ചർ വേഴ്സസ് സൊസൈറ്റീസ് റെസ്പോൺസ് ടു ആൻ ഇംപെർഫെക്റ്റ് വർക്ക്. അതായത് ഈ ബോയുടെ മനസ്സിൽ പിക്ചർ വരയ്ക്കാനുള്ള ഒരു ആശയമുണ്ട്, പക്ഷേ ഇത് ഇൻപെർഫെക്റ്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ സൊസൈറ്റിയുടെ റെസ്പോൺസ്, സൊസൈറ്റി എന്ത് പറയുമെന്നുള്ള ഒരു പേടിയും മനസ്സിലുണ്ട്. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. സെക്കൻഡ് ആക്ടിവിറ്റി. എ ഫ്യൂ ഓഫ് ദ മേജർ ഇൻസിഡൻസ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട്. നമ്മുടെ സ്റ്റോറിയിലെ കുറച്ച് ഇൻസിഡൻസിനെ, അതായത് കുറച്ച് കാര്യങ്ങൾ സെൻറ്റൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇൻസിഡൻസ്. ദ ലിറ്റിൽ സിസ്റ്റർ വാച്ച്ഡ് ഹെർ ബ്രദർ പെയിൻറ്റിംഗ് ദ പോർട്രേറ്റ്. She suggested a few changes to the picture. The boy was unable to draw the picture. She tries to build up his confidence. A big tragedy struck their family. The little boy is filled with grief at the death of his sister. Sorrow gives him power and he draws the picture with wins recognition. Perfect love helps one to work and to wait. It also gives happiness. then it is called heaven. നമ്മുടെ സ്റ്റോറിയിൽ, ആ സ്റ്റോറിയിൽ തന്നെ വളരെ സിമ്പിളായിട്ട് സെൻറ്റൻസുകൾ എഴുതിയിട്ടുള്ള ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അടുത്ത ആക്ടിവിറ്റി പറയുന്നത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ വാക്കുകളാണ് വരേണ്ടതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് എഴുതുക. ദ ലിറ്റിൽ ഗേൾ ആസ്ക്ഡ് ദ ബോയ് ടു ഡു ഹിസ് വർക്ക് വിത്ത് ഗ്രേറ്റ് ഡെഡിക്കേഷൻ. ഷീ ആസ്ക്ഡ് ഹിം ടു സീ ദ glimmering of the sunlight. In nature, we could listen to the rustling of the leaves. In nature, we could also hear the rippling of streams. It is a great honor for artists to capture the beauty of nature. It is definitely a sin to represent nature imperfectly. The little boy was in great grief when he learned about the death of his sister. The boy felt that happiness is something difficult to seize. അപ്പോൾ ഇത് നമ്മുടെ ചാപ്റ്ററിലുള്ള അതേ സെൻറ്റൻസുകളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ചാപ്റ്ററിൽ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി. യു ഹാവ് സ്റ്റഡീഡ് ഹൗ ടു യൂസ് പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്സ്. കഴിഞ്ഞ യൂണിറ്റുകളിൽ നമ്മൾ പ്രിഫിക്സസും സഫിക്സസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ കുറച്ച് സഫിക്സുകളുണ്ട്. ഏതൊക്കെയാണ്? ഇ ഡി, എൽ വൈ, എസ് അല്ലെങ്കിൽ ഇ എസ്, എഫ് യു എൽ, അതായത് ഫുൾ, നെസ്, ഇങ്, ആൻഡ് എസ്. ഇതൊക്കെയാണ് സഫിക്സുകൾ എന്ന് പറയുന്നത്.
ഓക്കെ, പ്രിഫിക്സ് എന്ന് വെച്ചാൽ വേർഡിന് ശേഷം മുമ്പേ വരുന്നത്, സഫിക്സ് എന്ന് വെച്ചാൽ വേർഡിന് ശേഷം വരുന്നത്. ആ മെയിൻ വേർഡിന് നമ്മൾ റൂട്ട് വേർഡായിട്ട് പറയുന്നു. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അല്ലെങ്കിൽ കുറച്ച് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഒന്ന് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. വാച്ചിങ് എന്ന് പറയുന്നതാണ് മെയിൻ വേർഡ്. അതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് വാച്ചും, സഫിക്സ് ING ആണ്. അതേപോലെ ആൻസേർഡിൽ ആൻസർ, എഡും, ഈഗർലി, ഈഗർ, LY, തിങ്സ്, തിങ്, S, ഡസ്, ഡു, ES, ബ്യൂട്ടിഫുൾ, ബ്യൂട്ടി ആൻഡ് ഫുൾ, ഹാപ്പിനെസ്, ഹാപ്പിനെസ്, ഹാപ്പിയർ, ഹാപ്പി, ER. ഇതാണ് റൂട്ട് വേർഡും അതിൻ്റെ സഫിക്സ് എന്ന് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി ഇറ്റ് വിൽ മേക്ക് ദം അൺഹാപ്പി. ഇറ്റ് ഈസ് എ സിൻ ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ് ദ വേർഡ് imperfectly. The underlined words take the prefixes un and im respectively to form words opposite to the meaning to the root words. Opposite meaning to the root words. ചിലപ്പോൾ വേറെ ഒന്നുമില്ല, ഈ അൺഹാപ്പി, ഇംപെർഫെക്റ്റ്ലി എന്ന് പറയുന്ന വേർഡുകളില്ലേ, ഇത് ഹാപ്പിയുടെയും പെർഫെക്റ്റ്ലിയുടെയും ഓപ്പോസിറ്റുകളാണ്. ഈ വാക്കുകളിൽ ഓപ്പോസിറ്റ് വരുത്താൻ വേണ്ടി പ്രിഫിക്സുകളായ അണ്ണും ഇമ്മുമാണ് ചേർത്തിട്ടുള്ളത്. ഇതേപോലെ ഇന്ന്, ഡിസ്, അങ്ങനെ ഒരുപാട് പ്രിഫിക്സുകളുണ്ട്. അപ്പോൾ ഇത് വെച്ച് കുറച്ച് ആൻറ്റണിംസ്, അതായത് ഓപ്പോസിറ്റ് വേർഡുകൾ എഴുതാനാണ് പറയുന്നത്. കുറഞ്ഞത് ഒരു 5 വേർഡെങ്കിലും എഴുതണം. അപ്പം അൺ വെച്ചുള്ളത് അൺഇമ്പോർട്ടൻറ്റ്, അൺഫെയർ, അൺയൂഷ്വൽ, അൺഇൻട്രസ്റ്റിംഗ്, ഇവിടെ അൺഇൻട്രസ്റ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അൺലക്കി. ഇമ്മിൽ ഇംമെച്യൂർ, ഇമ്പോസിബിൾ, ഇമ്മോർട്ടൽ, ഇമ്മൊബൈൽ, ഇംപേഷ്യൻ. ഇന്നിൽ ഇൻസെക്യൂർ, ഇൻഅപ്രോപ്രിയേറ്റ്, ഇൻകറക്റ്റ്, ഇൻഡിറക്റ്റ്, ഇൻക്രെഡിബിൾ. ഡിസിൽ ഡിസ്ക്വാളിഫൈ, ഡിസേബിൾ, ഡിസപ്രൂവ്, ഡിസഗ്രി ആൻഡ് ഡിസ്കണക്ട്. ആ അൺ വെച്ച് എഴുതിയിട്ടുള്ളതിൽ അൺഇൻട്രസ്റ്റിംഗ് എന്ന് കൂടി ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എഴുതിയതെല്ലാം ശരിയാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് വാക്കുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക. അടുത്ത ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ദ ലിറ്റിൽ സിസ്റ്റർ വെന്റ് ടു ആൻഡ് സ്റ്റുഡ് ബൈ ഹിം വാച്ചിങ് വൈൽ ഹി പെയിന്റഡ്. ദ underlined words in the above sentences are action words and they are in the past tense form. ഈ അണ്ടർലൈൻ, അതായത് ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്ന വാക്കുകൾ വെൻ, സ്റ്റുഡ്, പെയിന്റഡ്, ഇവയെല്ലാം വെർബുകളാണ്. പോരാത്തതിന് വെർബ് ആക്ഷൻ വേർഡ് എന്ന് വെച്ചാൽ വെർബാണ്. പോരാത്തതിന് ഇവയെ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. ഗോയുടെ പാസ്റ്റ് ഇവൻറ്റ്, സ്റ്റാൻഡിൻ്റെ സ്റ്റുഡ്, പെയിനിൻ്റെ പെയിൻറ്റഡ്. റീഡ് ദ ടെക്സ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദ ആക്ഷൻ വേർഡ്സ് മേക്ക് ദിയർ പാസ്റ്റ് ഫോംസ് ഫ്രം ദ റൂട്ട് വേർഡ്. റൂട്ട് വേർഡിൽ നിന്നും ആക്ഷൻ വേർഡ്സ് അവരുടെ പാസ്റ്റ് ഫോമുകൾ എങ്ങനെയാണ് ഇവിടെ മേക്ക് ചെയ്യുന്നത് നോക്കാം. ഡു യു സീ എനി ഫിക്സഡ് പാറ്റേൺ ഇൻ ഫോമിങ് ദ പാസ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ മെജോറിറ്റി ഓഫ് വേർഡ്സ്? ഈ വാക്കുകൾ നിർമ്മിക്കുന്നതിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ പാറ്റേൺ ഉണ്ടെങ്കിൽ വാട്ട് ഡു യു കാൾ സച്ച് വേർഡ്സ്? അതേപോലുള്ള വാക്കുകളെ നിങ്ങൾ എന്ത് വിളിക്കും? Give 5 examples for such verbs from the text. ഇങ്ങനെ ഒരു വെർബ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ, അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ, അതിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടിയാൽ അതിൻ്റെ ഒരു 5 എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റിൽ നിന്നുള്ള എക്സാമ്പിൾസ് ഇതൊക്കെയാണ്. വൺസ് മോർ ദേ ലുക്ക് അറ്റ് ദ ഹിൽസ് ദാറ്റ് സീം ടു റൈസ് അപ്പ് ഔട്ട് ദ ഡീപ് ഷാഡോ ഇൻ ടു ദ ലൈറ്റ് ആൻഡ് ദെൻ ടുഗദർ ദേ വെന്റ് ഹോം. Second one, but after many years as he sat and worked, a strange power come to him. I thought of her all time I worked. Son, your little sister wandered into another world and journeyed on so far that she lost the clue to earth and could not be back anymore. It was the sorrow that gave me power. ഇതിൽ സംഭവമൊന്നുമില്ല. ഇതിലെല്ലാ വാക്കുകളിലും, മിക്ക വാക്കുകളിലും സീംഡ്, അതായത് ഫസ്റ്റിൽ തന്നെ സീംഡ്, ലുക്ഡ്, സെക്കൻഡിൽ വർക്ക്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ED ചേർത്താണ് വന്നിട്ടുള്ളത്. അപ്പം എല്ലാത്തിലും ഇല്ല, മിക്കതിലും. മെജോറിറ്റി ഓഫ് ദ വേർബ് ഫ്രം ദ പാസ്റ്റ് ബൈ ആഡിങ് ED. മെജോറിറ്റി ഓഫ് ദ വേർഡ്സ് ഫോം ചെയ്തിരിക്കുന്നത് ED എന്ന് പറയുന്ന ഒരു ലെറ്റർ ചേർത്താണ് അവരുടെ എൻഡിൽ. ഇതുപോലുള്ള വെർബുകളെ റെഗുലർ വെർബുകൾ എന്ന് പറയുന്നു. ഏതാണ് റെഗുലർ വെർബ് എന്ന് പറയുന്നു. Give 5 examples for such verbs from the text. കുറച്ച് എക്സാമ്പിൾ നോക്കാം ടെക്സ്റ്റിൽ നിന്ന്. പെയിന്റഡ്, എക്കോഡ്, സീം, എക്സ്പ്ലെയിൻ, പ്രോമിസ്ഡ്, ഇതിലെല്ലാം EDയും കൂടിയുണ്ട്. വാട്ട് ഡു യു കോൾ വേർബ്സ് വിച്ച് ഡു നോട്ട് ഫോളോ ദിസ് പാറ്റേൺ? ഇതേപോലുള്ള പാറ്റേൺ ഫോളോ ചെയ്യാത്ത വെർബുകളെ എന്ത് പറയുന്നു? ഇതേപോലുള്ള പാറ്റേൺ ഫോളോ ചെയ്യാത്ത വെർബുകളെ ഇറഗുലർ വെർബ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ്. ഗോ, വെൻറ്റ്, ഗോൺ, സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡ്, കം, കെയിം, കം, ഫീൽ, ഫെൽറ്റ്, ഫെൽറ്റ്, മേക്ക്, മെയ്ഡ്, മെയ്ഡ്, നോ, ന്യൂ, നോൺ, ഡു, ഡിഡ്, ഡൺ. ബാക്കിയുള്ളതെല്ലാം ED ചേർത്താണ് നമ്മൾ ഫോം ചെയ്തിരുന്നത്. അടുത്ത ആക്ടിവിറ്റി, ആൻഡ് യെറ്റ് മൈ ഹാർട്ട് ഏക്ഡ് ആസ് ഐ ഡിഡ് ഇറ്റ്, ദ ബോയ് സെഡ്. ആസ് ഹി വെന്റ് ബാക്ക് ടു ദ ഫീൽഡ് ഐ തോട്ട് ഓഫ് ഹർ ഓൾ ദ ടൈം ഐ വർക്ക്ഡ്. മെനി തോട്ട്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ത്രൂ ഹിസ് മൈൻഡ് വൈൽ പെയിന്റിംഗ് ദ പിക്ചർ. വാട്ട് വുഡ് ദോസ് തോട്ട് be? Attempt a diary entry based on the boy's thought.
ഈ പടം വരയ്ക്കുന്ന സമയത്ത് ആ ബോയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ വന്നിട്ടുണ്ടാകും. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, ആ ബോയ് ഒരു ഡയറി ആയിട്ട് എഴുതുന്നു. ആ ഡയറി നമുക്ക് എഴുതാം. ഡയറിയിൽ ഡേയും ഡേറ്റും October 12, Thursday. A memorable day. My promise to her has been fulfilled, but I miss my little sister a lot. How happy she would be if she were alive. She was the one who wished the most to see me successful. It was her words of love and encouragement that kept me going. I am really indebted to her. How I wish she were with me. In fact, it is her memories that give me the strength to complete our dream picture. I was so pleased when I saw the happiness on the face of the people who came to see my picture. All the appreciation and happiness I dedicated to my dearest sister. My sister still continues to inspire me. At the activity, the boy finally came up with a wonderful painting appreciated by everyone. His little sister's words were the real inspiration behind his achievement. Having heard of the achievement of the boy, you have decided to send a letter of appreciation to him. Write the letter. പടം വരച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബോയ്ക്ക് ഒരു ലെറ്റർ എഴുതുന്നു. ആ ലെറ്റർ എഴുതാനാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലെറ്റർ ഇതാണ്: ന്യൂഡൽഹി 12 October 2017. അതായത് സ്ഥലവും ഡേറ്റും. അത് കഴിഞ്ഞ് സല്യൂട്ടേഷൻ. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ബോക്സ് വേണം. അത് കഴിഞ്ഞ ഡയറിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ബോക്സ് പോലെ. ഇതിലൊരു ബോക്സ് വേണം. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ ആർ റൈറ്റിംഗ് ദിസ് ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് ഓൺ ഹിയറിംഗ് അബൌട്ട് യുവർ അച്ചീവ്മെന്റ്. Hearty congratulations. I read all the details of your art exhibition in the papers today. I must say, it is indeed spectacular. Harry, I read about your growth as an artist. I was really touched to learn about the wonderful way in which you were inspired by your sister. You are truly dedicated to art. Moreover, you have worked very hard to groom yourself as an artist. Now, the result is here for the whole world to see and for you to feel proud of. I am sure you will bloom as a renowned painter in the coming years. I wish you luck in all your future endeavors. Congratulations once again. Lovingly, Raj. അടുത്ത ആക്ടിവിറ്റി വേറെ ഒന്നുമില്ല. നമ്മുടെ ഒരു ബോയുടെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓഡിയൻസ് പ്രൈസ്ഡ് ഹിസ് പിക്ചർ, നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദ ബിഗിനിങ്, സീം ടു ഹിയർ ദ വോയിസ് ഓഫ് ഹിസ് ഡെഡ് സിസ്റ്റർ, loves his sister very much, strong feelings about his sister, later became a confident artist, encouragement from his sister, got strength power. ഇതാണ് ബോയുടെ ക്യാരക്ടർ സ്കെച്ച്. ഇതേപോലെ ഗേളിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് വേർഡ് വെബിൽ ഉണ്ടാക്കാനും അത് കഴിഞ്ഞൊരു പാരഗ്രാഫ് പോലെ എഴുതാനാണ് പറഞ്ഞുള്ളത്. നമുക്ക് വേർഡ് വെബിൽ ഉണ്ടാകുന്നതിനെക്കാളും പാരഗ്രാഫായിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇതാണ് പാരഗ്രാഫ്. The little girl plays a dominant role in the story, The Light on the Hills, written by Miss Lucy Clifford. In spite of being the younger of the two siblings, the girl is portrayed as a very mature person with a comprehensive and positive outlook towards life. The girl encourages her brother to paint the picture, saying it will make people happy to look at it. She tries to build up his confidence by pointing out to him that if you do your work with dedication and honesty, people will know how hard you have tried. Not only does the display a rare strength of character and confidence, but tries to instill it in her brother also. She tells him that if he wants to do his best, then he has to do it for the people whom he loves. That will help him endure everything and enable him to move forward. She shares a strong and loving relationship with her brother and remains as a constant source of inspiration even after her death. Next activity. The boy in the story says, if I do it badly, will it make them unhappy? Every day we engage ourselves in many activities. Some of them make the people around us happy, while some others may make them unhappy. നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ ഒരുപാട് ആക്ടിവിറ്റികളിൽ നമ്മൾ ഏർപ്പെടാറുണ്ട്. ചിലത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചിലത് മറ്റുള്ളവരെ അത് സന്തോഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. Sit in groups and discuss the kinds of things you have done that made your parents, friends and teachers happy or unhappy. നിങ്ങളുടെ പാരൻസിനെയോ ഫ്രണ്ട്സിനെയോ ടീച്ചേഴ്സിനെ ഹാപ്പിയോ അല്ലെങ്കിൽ അൺഹാപ്പിയോ ആക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. മൈ പാരൻസ് വെയർ ഹാപ്പി വെൻ ഐ ഗോട്ട് ഫുൾ A+. എനിക്ക് ഫുൾ A+ കിട്ടിയപ്പോൾ എൻ്റെ പാരൻസിന് വളരെ സന്തോഷമായി. ദേ ഗോട്ട് അനോയ്ഡ് വെൻ ഐ ബിഗൻ ടു ഷൗട്ട്. ഞാൻ ഷൗട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് വളരെ അനോയ്ഡ് എന്ന് വെച്ചാൽ ദേഷ്യം പോലെ തോന്നി.
അവർ ടീച്ചർ വാസ് വെരി ഹാപ്പി വെൻ അവർ ടീം വോൺ ദ മാച്ച്. ഞങ്ങളുടെ ടീം ജയിച്ചപ്പോൾ ടീച്ചറിന് വളരെ സന്തോഷമായി. മൈ ഫ്രണ്ട് ബിക്കെയിം സാഡ് വെൻ ഐ റിഫ്യൂസ്ഡ് ഹിസ് ഇൻവിറ്റേഷൻ. റിഫ്യൂസ്ഡ് അല്ല, റിഫ്യൂസ്ഡ് ആണ്. REFUSED ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക. ഇൻവിറ്റേഷൻ ഞാൻ റിഫ്യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വളരെ ദുഃഖം തോന്നി. ഇതാണ് ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസും അൺഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻസും. നെക്സ്റ്റ് ആക്ടിവിറ്റി, വിസിറ്റ് www.youtube.com ആൻഡ് വാച്ച് സെർവൻ സുസുക്കീസ് സ്പീച്ച് ഡെലിവേർഡ് ഇൻ ദ UN Earth Summit at Rio de Janeiro. അതായത് നമ്മുടെ സെർവൻ സുസുക്കിയുടെ ഒരു സ്പീച്ച് അത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. യൂട്യൂബിൽ കയറി നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. സെർവൻ Kulis Suzuki was a 12-year-old girl who spoke at the UN Earth Summit at Rio de Janeiro in 1992. Her speech is touching and encouraging. സെർവൻ കുലിസ് സുസുക്കിയുടെ, അതായത് 12 വയസ്സുള്ള പെൺകുട്ടിയാണ്. 1992 റിയോ ഡി ജനീറോയിൽ UN Earth Summitൽ ആ കുട്ടി ഒരു സ്പീച്ച് നടത്തിയിരുന്നു. അത് വളരെ നല്ലതായിരുന്നു. Listen to her speech and find out what makes her speech inspiring. You may also visit www.ted.org for watching more inspiring speeches. Let the learners list down the features of a speech. സംഭവം വേറെ ഒന്നുമില്ല, സ്പീച്ച് കാണുക, സ്പീച്ചിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. Conduct a discussion based on the features of a speech. Which of the following do you think are the features of a good speech? Okay, താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഗുഡ് സ്പീച്ചിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് നോക്കാം. Begins with a salutation addressing the audience. Includes quotations, includes stories, anecdotes, etc. Use humor, will have a beginning, a middle and an end. Will have properly organized ideas, will have ideas supported with details and examples. Is one in which the speaker uses appropriate body language, eye contact and voice modulations. അപ്പോൾ സ്പീച്ചിനെ കുറിച്ച് നിങ്ങൾക്കറിയാം, കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം സ്പീച്ചിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി prepare a speech to be presented in the school assembly highlighting the importance of motivation and hard work to attain success in life. You are free to include examples from the life of the boy depicted in the story, The Light on the Hill. സ്കൂൾ അസംബ്ലിയിൽ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. ജീവിതത്തിൽ സക്സസ് കിട്ടാൻ വേണ്ടി ഹാർഡ് വർക്കിൻ്റെയും പിന്നെ മോട്ടിവേഷൻ്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് സ്കൂൾ അസംബ്ലിയിൽ ഒരു സ്പീച്ച് നടത്താൻ നമ്മുടെ ലൈറ്റ് ഓൺ ദ ഹിൽസിലെ ഘടകങ്ങളും കൂടി ഉൾപ്പെടുത്തി എന്ത് ചെയ്യാം, സ്പീച്ച് നമുക്ക് തയ്യാറാക്കാം. സ്പീച്ചിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതൊരു പേപ്പറിൽ നമ്മൾ എഴുതി കൊടുക്കുന്നതല്ല, നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതിന് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ബോക്സ് വരയ്ക്കേണ്ട കാര്യമില്ല. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, സല്യൂട്ടേഷനാണ്. ടുഡേ വി ലിവ് ഇൻ എ ഹൈലി കോമ്പറ്റീറ്റീവ് വേൾഡ്. വി ആർ സ്ട്രോങ്ലി ഡിസയർ ടു ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ലൈഫ്. ഇൻ മൈ വ്യൂ, മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് എനേബിൾ us to achieve our goals. I think as a student we need motivation from parents and teachers alike. Inspiring words and support from parents and teachers will strengthen your determination and self-confidence to achieve your goals. If we carefully study the success mantra behind eminent personalities like Abdul Kalam, we can say it is nothing other than hard work. I would like to quote Lucy Clifford's story The Light on the Hills as a best example motivation of a young girl played to bring out the best creation of an artist. It tells the story of a boy who wanted to paint a beautiful picture. His little sister accompanied him in the field. Even though she was young, her words motivated her brother. Her visions and views were based on virtues. She also said, when you do a work with dedication for people who you love, will bring out your best talents. These words touched the boy deeply and he said that he would draw a picture for her. But suddenly she died in her sleep. The boy became sad because of the untimely death of his sister. But even after her death, the little sister motivated the boy to draw a beautiful picture and become a successful artist. I conclude my words with this stuff. Even though you are a student, you can motivate others. It has a power to transform others. You can motivate others and at the same time you can receive motivation from others. Next activity. Look at the following sentences used in the story. If you do your work with dedication and honesty, people will know how hard you have tried. If I want to do my very best, I will do it for the people I love. ഇത് നമ്മുടെ ചാപ്റ്ററിലുള്ള സെൻറ്റൻസുകളാണ്. These sentences deal with a likely situation in the present or future. ഈ സെൻറ്റൻസുകൾ പ്രസൻറ്റിലും അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കുന്ന സിറ്റുവേഷൻസിനെ ബേസ് ചെയ്താണ്. The situations we describe may not have happened yet. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത സിറ്റുവേഷൻസ് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. ബട്ട് ദേ ആർ ലൈക്ലി ടു ഹാപ്പൻ ബിക്കോസ് വി ക്യാൻ ഈസിലി ഇമാജിൻ ദം ഹാപ്പനിങ്.
പക്ഷേ അവർ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ അവയെ നമുക്ക് എന്ത് ചെയ്യാം, നടക്കുന്നതായിട്ട് ഇമേജിൻ ചെയ്യാൻ പറ്റും. ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ദ ഫസ്റ്റ് കണ്ടീഷണൽ. ഇതാണ് ഫസ്റ്റ് കണ്ടീഷണൽ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ. നൗ ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കണ്ടീഷണൽ ക്ലോസ്. ഇനി നമുക്ക് കണ്ടീഷണൽ ക്ലോസുകളുടെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ സെൻറ്റൻസസ് ബിഗിൻ? ഈ സെൻറ്റൻസുകൾ ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ദ സെൻറ്റൻസസ് ബിഗിൻ വിത്ത് ഇഫ് കണ്ടീഷണൽ ക്ലോസ്. ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിച്ചാണ് സെൻറ്റൻസുകൾ തുടങ്ങുന്നത്. സെക്കൻഡ് വൺ, ക്യാൻ യു മൂവ് ദ ക്ലോസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസസ് ടു ദ എൻഡ് വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ദ മീനിങ്. സെൻറ്റൻസിലെ തുടക്കത്തിലുള്ള ക്ലോസുകളെ അവസാനത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? മീനിങ്ങിൽ ചേഞ്ച് വരാതെ. പറ്റും. നോക്കിക്കോളൂ. പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ് ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി. ഇങ്ങനെയാണ് സെൻറ്റൻസുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചെഴുതുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ അഥവാ സി, അതിലൊരെണ്ണം കൂടിയുണ്ട്. ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ് ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി ബെസ്റ്റ്. ഓക്കെ, സി നോക്കാം. ഹൗ മെനി വെർബ് ഫ്രേസസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് ഓഫ് ദ സെൻറ്റൻസസ്? ഫ്രേസുകൾ ഏതൊക്കെയാണ്? വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി ഫോർ ദ പീപ്പിൾ. ഇതാണ് വെർബ് ഫ്രേസുകൾ. ഡി, ഡു ദേ ഫോളോ എ ഫിക്സഡ് പാറ്റേൺ? ഇവർ ഫിക്സഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടോ? യെസ്, ദേ ഫോളോ എ ഫിക്സഡ് പാറ്റേൺ. അടുത്ത് ഈ വരുന്നത് എന്താണ്? ക്യാൻ യു യൂസ് എനി അതർ മോർട്ടൽ വെർബ് ഇൻസ്റ്റെഡ് ഓഫ് വിൽ ഇൻ ദ മെയിൻ ക്ലോസ്? വില്ലെന്ന് പറയുന്ന വെർബിന് പകരം വേറെ ഏതെങ്കിലും മൊഡാൽ വെർബ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഏതാണ് ചോദ്യം? ഈ ആണ്. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി പീപ്പിൾ വില്ലിന് പകരം എന്താണ് ഇവിടെ? വുഡാണ്. നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. നെക്സ്റ്റ്, ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ഐ വില്ലിന് പകരം വുഡ്. ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. അടുത്ത എഫ് വരുന്നത്, വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ മീനിങ് ആൻഡ് ഫോം ഇഫ് യു ചേഞ്ച് ദ വെർബ്സ് ഇൻ ദ ഇഫ് ക്ലോസ് ടു പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്? ഇഫ് ക്ലോസിലുള്ള സെൻറ്റൻസുകളെ പാസ്റ്റിലോട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ടും കൊണ്ടുപോകുമ്പോഴുള്ള ചേഞ്ച് എന്താണെന്ന്. ഓക്കെ, ഇഫ് യു ഡിഡ് യുവർ വർക്ക് ഡെഡിക്കേഷൻ ആൻഡ് ഓണസ്റ്റി പീപ്പിൾ വുഡ് നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. അവിടെ ഡിഡ് വന്നു. ഇഫ് ഐ വാണ്ടഡ് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ഐ വുഡ് ട്രൈ. ഓക്കെ, ഇഫ് ഐ ഹാഡ് വാണ്ടഡ് ടു വെരി വെരി ബെസ്റ്റ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. ആ ജി എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കേണ്ട, അതിന് മിസ്റ്റേക്ക് പറ്റിയതാണ്. താഴെയുള്ളതല്ലേ? ഇഫ് ഐ ഹാഡ് വാണ്ടഡ് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ചേഞ്ചസ്. അടുത്ത ആക്ടിവിറ്റി, ഇൻ ദ ഫസ്റ്റ് 2 യൂണിറ്റ്സ് യു ഹാവ് ലേൺ അബൌട്ട് നൗൺ ഫ്രേസസ്. ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നമ്മൾ നൗൺ ഫ്രേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നൗൺ ഫ്രേസസ് യൂഷ്വലി അപ്പിയർ റൈറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സെൻറ്റൻസ്. സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലായിരിക്കും നൗൺ ഫ്രേസസ് വരുന്നത്. ദേ ക്യാൻ ആൾസോ കം ടുവേർഡ്സ് എൻഡ് ഓഫ് എ സെൻറ്റൻസ്. ചിലപ്പോഴൊക്കെ അവർ സെൻറ്റൻസുകൾ അവസാനവും വരാറുണ്ട്. അണ്ടർലൈൻ ദ നൗൺ ഫ്രേസസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. യു മേ ആൾസോ ഐഡൻറ്റിഫൈ ദ ഹെഡ് നൗൺ ഇൻ ഈച്ച്. അപ്പോൾ താഴെയുള്ളതിൽ നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുക, പിന്നെ ഹെഡ് നൗണും കണ്ടുപിടിക്കുക. ഓക്കെ, വിച്ച് ക്ലാസ് ഓഫ് വേർഡ്സ് ആർ ആഡഡ് ബിഫോർ ദ ഹെഡ് നൗൺ? ഹെഡ് നൗണിന് മുമ്പ് ആഡ് ചെയ്തിരിക്കുന്ന ക്ലാസ് ഏതാണ്? വിച്ച് ആർ ദ വേർഡ് ആഡഡ് ആഫ്റ്റർ ദ ഹെഡ് നൗൺ? ഹെഡ് നൗണിന് ശേഷം ആഡ് ചെയ്ത വാക്കുകൾ ഏതൊക്കെയാണ്? ഐഡൻറ്റിഫൈ ദ ക്ലാസസ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ആഡഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഹെഡ് നൗൺ ഇൻ ദ നൗൺ ഫ്രേസസ്. അപ്പോൾ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടില്ലേ? ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത്. നൗൺ ഫ്രേസ്, റിലേറ്റീവ് ക്ലോസ്, പ്രിപ്പോഷണൽ ഫ്രേസ്, ആൻഡ് വെർബ് ഫ്രേസ് ആയി നമുക്ക് തിരഞ്ഞെടുത്തെഴുതാം. ഓക്കെ, നൗൺ ഫ്രേസുകളിൽ 3 കോളം, അതിൽ ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ് ആൻഡ് ഹെഡ് നൗൺ. ഓക്കെ, ബാക്കി എല്ലാത്തിനും അതേപോലെയാണ്. ദ ലിറ്റിൽ ഗേൾ, ഇതിൽ ദ ഡിറ്റർമിനറാണ്, അഡ്ജക്റ്റീവ് ലിറ്റിൽ, ഹെഡ് നൗൺ ഗേൾ ആണ്. അതിൽ റിലേറ്റീവ് ക്ലോസുകളൊന്നുമില്ല. പക്ഷേ അതിൽ പ്രിപ്പോഷണൽ ക്ലോസ് എന്ന് വെച്ചാൽ ഇൻ ദ സ്റ്റോറി എന്നാണ്. വെർബ് ഫ്രേസ് സപ്പോർട്ട്സ് ഹിം, സപ്പോർട്ട് ഒരു വെർബാണ്. നെക്സ്റ്റ് വരുന്നതിൽ ഹർ ബ്രദർ, ഡിറ്റർമിനറില്ല, അഡ്ജക്റ്റീവും ഇല്ല, ഹെഡ് നൗൺ മാത്രമേ ഉള്ളൂ. അതിൽ റിലേറ്റീവ് ക്ലോസ് ഉണ്ട്, ഹൂ ബിക്കെയിം എ പെയിൻറ്റർ. റിലേറ്റീവ് എന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്ത് പറയില്ലേ, പെയിൻറ്റർ ആയത്. അതിലുള്ള പ്രിപ്പോഷണൽ ഫ്രേസ് ഫ്രം ഹർ ആണ്. വെർബ് ഫ്രേസ് ഗോട്ട് ഇൻസ്പിറേഷൻ. അടുത്ത നൗൺ ഫ്രേസിലെ സെൻറ്റൻസ് ദ ഡിറ്റർമിനർ, അഡ്ജക്റ്റീവ് ഇല്ല, അതിന് പകരം ഹെഡ് നൗൺ ഏതാണ്? ഗേൾ ആണ്. റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ടു പെയിൻറ്റ് പിക്ചേഴ്സ്. പ്രിപ്പോഷണൽ ഫ്രേസ് എന്ന് പറഞ്ഞത് ഇൻ ദ സ്റ്റോറി. വെർബ് ഫ്രേസ് അഡ്വൈസ്ഡ് ഹർ ബ്രദർ. അടുത്തതിൽ ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ മിസ്റ്റി അപ്പിയർഡ്. മിസ്റ്റി, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ലാസ്റ്റ് സെൻറ്റൻസിൽ ദ ബോയ് ഇൻ ദ എൻഡ് ബിക്കേം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സൈൻ ബോർഡ്സ്. സർക്കിൾ ദ ഹെഡ് നൗൺസ് ഇൻ ദ നൗൺ ഫ്രേസസ് യൂസ്ഡ് ഇൻ ദ സൈൻ ബോർഡ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കഴിഞ്ഞ ആക്ടിവിറ്റി കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് സൈൻ ബോർഡുകളാണ്.
ഫസ്റ്റത്തത് ബേബി ഓൺ ബോർഡ്, എൻഡ് ഓഫ് റോഡ്, കോഷൻ, നാരോ ബ്രിഡ്ജ് അഹെഡ്, സെയിൽ, സമ്മർ ക്ലോസ്, അപ് ടു 50% ഓഫ്, വേ ടു 2-വീലർ പാർക്കിംഗ്. ഇതിൽ ഏതൊക്കെയാണ് ഹെഡ് നൗണുകൾ? അതിനെ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് താഴെ എഴുതാം. ഫസ്റ്റത്തേതിൽ ബേബിയാണ്, സെക്കൻഡ് വണ്ണിൽ റോഡ്, അടുത്തതിൽ ബ്രിഡ്ജ്, പിന്നെ ക്ലോത്ത്സ്, അത് കഴിഞ്ഞ് പാർക്കിംഗ്. ഇതൊക്കെയാണ് ഹെഡ് നൗണുകൾ. അടുത്തൊരു എഡിറ്റിംഗ് ആണ്. ഓക്കെ, ഇതിൻ്റെ ശരിയായ ഉത്തരങ്ങൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എ പെറ്റ് ഡോഗ് സ്വാം 3 rivers, വാക്ക് 13 kilometers ആൻഡ് ദെൻ കീപ്പല്ല കെപ്റ്റ് ആണ്, പാസ്റ്റ് ആണ്. എ വീക്സ് വിച്ചിൽ ഔട്ട്സൈഡ് എ ജയിൽ വെയർ ഹിസ് മാസ്റ്റർ വാസ് imprisoned. When Sohab was arrested, his dog swam behind the boat that ferried him across the first river to prison. The boatman, trying to drive away, hit him on the head with an oar, but he kept on swimming. At the prison, the dog waited until his owner was released from a 1-week sentence. The dog often used to cry outside the gate, but it would wag its tail in joy when his master would send in half his prison food. Ali was jailed for critically wounding a neighbor in his remote village. The neighbor is still suffering from injuries in the district hospital. എല്ലാം പാസ്റ്റിലും പിന്നെ ചിലതൊക്കെ പ്രസൻറ്റിലുമാണ്. അടുത്തായിട്ട് എഴുതി നോക്കിക്കോളൂ. റീഡ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ദ സ്റ്റോറി. ഇറ്റ് ഈസ് ഷുവർലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്സ് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. ദ അണ്ടർലൈൻഡ് വേർഡ് എക്സ്പ്രസസ് ആൻ ഇമോഷൻ. ഒരു ഇമോഷനാണ് ഹാപ്പി എന്ന് പറയുന്നത്. ഇമോഷനലി ഹാപ്പി, സാഡ് ഒക്കെ ഇമോഷൻസ് ആണ്. വേർഡ് ലൈക്ക് ഹാപ്പി, സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, പ്രൈഡ്, എൻവി, lonely, shame, surprise, etc. are words related to emotions. A few emotions are hidden in the word puzzle given below. Find them out and circle them. കുറച്ച് ഇമോഷൻസ് അടങ്ങിയ വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിവിടെ കൊടുത്തിട്ടുള്ള ഏതാണ്? കൺഫ്യൂസ്ഡ്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഓക്കെ, കൺഫ്യൂസ്ഡ് ഉണ്ട്, പിന്നെ സർപ്രൈസ്ഡ് ഉണ്ട്, ഷെയിം ഉണ്ട്, സാഡ് ഉണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. നമ്മുടെ ചാപ്റ്ററിൽ ലാസ്റ്റ് ആക്ടിവിറ്റിയാണിത്. ഹിയർ ഇസ് അനദർ ഗെയിം ദാറ്റ് യു ക്യാൻ അറ്റംപ്റ്റ്. സം വേർഡ്സ് ആർ ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. ദേ ആർ വേർഡ്സ് ഫംഗ്ഷനിങ് ആസ് വെർബ്. ഐഡൻറ്റിഫൈ ദ വേർഡ്സ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. താഴെ കുറച്ച് വാക്കുകൾ ജംബിൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം എന്തോന്നാണ്? വെർബുകളാണ്. ഇതിനെന്ത് ചെയ്യുക? കണ്ടുപിടിച്ച് നേരെ എഴുതുക. എന്നിട്ട് റൈറ്റ് ദ എൻസർക്കിൾ വേർഡ് ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. ഇഫ് യു ഗെറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി യു വിൻ. സംഭവം വേറെ ഒന്നുമില്ല. ഈ ബോക്സുകളുടെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കിളുകൾ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ സർക്കിളിൻ്റെ അകത്തുള്ള വാക്കുകൾ എന്ത് ചെയ്യുക? താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോറിയുടെ ടൈറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ, ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. അപ്പോൾ ഇതിന് ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. കണ്ടുപിടിച്ച് അവസാനം എന്ത് ചെയ്യുന്നു? ഇതിൽ ടൈറ്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളാണ് ഇതിലെ വിജയികൾ.